സ്റ്റുഡൻസ്, നമ്മളിന്ന് സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ പ്രധാനപ്പെട്ട ഒരു 3 ടോപ്പിക്സ് ആണ് നോക്കുന്നത്. കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഇൻവോൾവ് ചെയ്യുന്ന പാർട്ടാണ്. നമുക്ക് ആ ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നതെന്ന് നോക്കാം. എംപിരിക്കൽ ഫോർമുല ആൻഡ് മോളിക്കുലാർ ഫോർമുല, സ്റ്റോയിഷ്യോമെട്രി ആൻഡ് സ്റ്റോയിഷ്യോമെട്രിക് കാൽക്കുലേഷൻസ്, മൂന്നാമത്തേത് ലിമിറ്റിംഗ് റിയേജൻറ്റ്. An empirical formula represents the simplest whole number ratio of various atoms present in a compound. അതായത് ഒരു കോമ്പൗണ്ടിൽ പ്രസൻ്റ് ആയിട്ടുള്ള വേരിയസ് ആറ്റംസ്, ഡിഫറൻറ്റ് ആറ്റങ്ങളുടെ, വ്യത്യസ്ത ആറ്റങ്ങളുടെ സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോയ്ക്ക്, അല്ലേ, സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോയ്ക്ക് വിളിക്കുന്ന പേരാണ് എംപിരിക്കൽ ഫോർമുല. അപ്പോൾ സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോയെ വിളിക്കുന്ന പേരാണ് എംപിരിക്കൽ ഫോർമുല. സോ വാട്ട് ഈസ് എംപിരിക്കൽ ഫോർമുല? The empirical formula represents the simplest whole number ratio of various atoms present in a compound. അപ്പോൾ എന്താ മോളിക്കുലർ ഫോർമുല നോക്കിക്കേ. ദ മോളിക്കുലർ ഫോർമുല ഷോസ് ദ എക്സാക്റ്റ് നമ്പർ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആറ്റംസ് പ്രസൻറ്റ് ഇൻ എ മോളിക്യൂൾ ഓഫ് എ കോമ്പൗണ്ട്. ദാറ്റ് ഈസ് എക്സാക്റ്റ് നമ്പർ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആറ്റംസ് എന്ന് പറയുമ്പോൾ എങ്ങനെ, ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ്, ടോട്ടൽ എത്ര നമ്പർ ഡിഫറൻ്റ് ആയിട്ടുള്ള ആറ്റംസ് ആ കോമ്പൗണ്ടിനകത്ത് അല്ലെങ്കിൽ ആ മോളിക്യൂളിനകത്ത് പ്രസൻ്റ് ആണ്, അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് മോളിക്കുലർ ഫോർമുല. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം, രണ്ടും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ എന്താ മോളിക്കുലർ ഫോർമുല നോക്കിക്കേ. ദ മോളിക്കുലർ ഫോർമുല ഷോസ് ദ എക്സാക്റ്റ് നമ്പർ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആറ്റംസ് പ്രസൻറ്റ് ഇൻ എ മോളിക്യൂൾ ഓഫ് എ കോമ്പൗണ്ട്. ദാറ്റ് ഈസ് എക്സാക്റ്റ് നമ്പർ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആറ്റംസ് എന്ന് പറയുമ്പോൾ എങ്ങനെ, ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ്, ടോട്ടൽ എത്ര നമ്പർ ഡിഫറൻ്റ് ആയിട്ടുള്ള ആറ്റംസ് ആ കോമ്പൗണ്ടിനകത്ത് അല്ലെങ്കിൽ ആ മോളിക്യൂളിനകത്ത് പ്രസൻ്റ് ആണ്, അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് മോളിക്കുലർ ഫോർമുല. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് എംപിരിക്കൽ ഫോർമുലയും മോളിക്കുലർ ഫോർമുലയും എന്താണെന്ന് വിശദമായിട്ട് മനസ്സിലാക്കാം. ഇതാ ശ്രദ്ധിച്ചേ, തന്നിട്ടുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് ആണ്. ഗ്ലൂക്കോസ് എല്ലാവർക്കും പരിചയമായിട്ടുള്ളതാണ്. C6H12O6 എന്നാണ് ഗ്ലൂക്കോസിൻ്റെ രാസസൂത്രം അഥവാ കെമിക്കൽ ഫോർമുല നമ്മൾ എഴുതാറുള്ളത്, അല്ലേ. സോ C6H12O6 എന്ന് പറയുന്നത് തന്നെയാണ് നമ്മുടെ മോളിക്കുലാർ ഫോർമുല. അതായത് ഗ്ലൂക്കോസിൻ്റെ മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത് C6H12O6 ആണ്. അതിനകത്തുള്ള ആക്ച്വൽ നമ്പർ ഓഫ് ആറ്റംസ്, അതായത് 6 കാർബൺ, 12 ഹൈഡ്രജൻ, 6 ഓക്സിജൻ. സോ ആക്ച്വൽ നമ്പർ ഓഫ് ആറ്റത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മോളിക്കുലർ ഫോർമുല. അപ്പോൾ രണ്ടാമത് നമ്മൾ പഠിച്ചു തരുന്നത് എംപിരിക്കൽ ഫോർമുല, അല്ലേ. സോ എംപിരിക്കൽ ഫോർമുല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ള കാർബണിൻ്റെയും ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും സിംപ്ലസ്റ്റ് റേഷ്യോ ആണ്. മീൻസ് ഇതിനകത്ത് നിന്ന് 6 നമുക്ക് ഇങ്ങനെ കോമൺ ആയിട്ട് എടുത്താൽ C1H2O1 എന്ന് കിട്ടും, അല്ലേ. അതായത് CH2O, ദാറ്റ് ഈസ് ദ സിംപ്ലസ്റ്റ് റേഷ്യോ ബിറ്റ്വീൻ കാർബൺ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. ആ സിംപ്ലസ്റ്റ് റേഷ്യോയ്ക്ക് വിളിക്കുന്ന പേരാണ് എംപിരിക്കൽ ഫോർമുല. സോ ആക്ച്വൽ നമ്പർ ഓഫ് ആറ്റത്തിന് വിളിക്കുന്ന പേര് മോളിക്കുലർ ഫോർമുല, സിംപ്ലസ്റ്റ് നമ്പറിന് വിളിക്കുന്ന പേര് എംപിരിക്കൽ ഫോർമുല. അടുത്തതായി നമുക്ക് റിലേഷൻഷിപ്പാണ് പഠിക്കാനുള്ളത്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എംപിരിക്കൽ ഫോർമുല ആൻഡ് മോളിക്കുലർ ഫോർമുല. ഈ റിലേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ പ്രോബ്ലംസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് നമ്മളുടെ റിലേഷൻഷിപ്പ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദാ ശ്രദ്ധിച്ചേ, മോളിക്കുലർ ഫോർമുല കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് മോളിക്കുലർ ഫോർമുല ഈസ് ഈക്വൽ ടു എംപിരിക്കൽ ഫോർമുല ഇൻറ്റു എൻ. എംപിരിക്കൽ ഫോർമുലയെ എൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മോളിക്കുലർ ഫോർമുല കിട്ടും. സോ വാട്ട് ഈസ് ദ ഇക്വേഷൻ? മോളിക്കുലർ ഫോർമുല ഈസ് ഈക്വൽ ടു എംപിരിക്കൽ ഫോർമുല ഇൻറ്റു എൻ. ഇനി വാട്ട് ഈസ് എൻ? എൻ എന്താണെന്ന് നോക്കാം. എന്നിൻ്റെ വാല്യൂസ് 1 2 3 4 എക്സെട്ര 1 2 3 4 എക്സെട്ര ആണ് എന്നിൻ്റെ വാല്യൂസ് വരുന്നത്. അപ്പോൾ എൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നൂടെ നമുക്ക് നോക്കാം. ഇതാ ശ്രദ്ധിച്ച്, എൻ ഈസ് ഈക്വൽ ടു മോളിക്കുലാർ മാസ് ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ്. മോളിക്കുലാർ മാസിനെ എംപിരിക്കൽ ഫോർമുല മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ക്വാണ്ടിറ്റിക്ക് വിളിക്കുന്ന പേരാണ് എൻ. ആ എൻ ഉപയോഗിച്ച് എംപിരിക്കൽ ഫോർമുല മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആരെ കിട്ടും? മോളിക്കുലാർ ഫോർമുല കിട്ടും. സോ ഈ രണ്ട് ഇക്വേഷൻസ് നന്നായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുക. മോളിക്കുലാർ ഫോർമുല ഈസ് ഈക്വൽ ടു എംപിരിക്കൽ ഫോർമുല ഇൻറ്റു എൻ. എൻ ഈസ് ഈക്വൽ ടു മോളിക്കുലാർ മാസ് ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ്. ഇനി നമുക്ക് ഈ ഇക്വേഷൻസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എംപിരിക്കൽ ഫോർമുലയും മോളിക്കുലാർ ഫോർമുലയും എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു എന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, An organic compound on investigation gave 52.2% carbon, 13
0.0% hydrogen and the rest oxygen. Find the empirical formula of the compound. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ തന്നിട്ടുള്ളത് കാർബൺ 52.2%, ഹൈഡ്രജൻ 13.0% ആൻഡ് ദ റെസ്റ്റ് ഓക്സിജൻ എന്നാണ്. അപ്പോൾ ഓക്സിജൻ്റെ എമൗണ്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഓക്സിജൻ്റെ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കാർബണിൻ്റെയും ഹൈഡ്രജൻ്റെയും പെർസെൻറ്റേജുകൾ ആഡ് ചെയ്തതിന് ശേഷം ടോട്ടൽ 100ൽ നിന്നും മൈനസ് ചെയ്യുക. സോ പെർസെൻറ്റേജ് ഓഫ് ഓക്സിജൻ ഈസ് ഈക്വൽ ടു 100 മൈനസ് 52.2 പ്ലസ് 13.0. അതെന്ന് പറയുന്നത് 34.8% കിട്ടും. സോ കാർബണിൻ്റെ അളവ് 52.2%, ഹൈഡ്രജൻ 13.0% ആൻഡ് ഓക്സിജൻ 34.8%. ഈ വാല്യൂസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ കോമ്പൗണ്ടിൻ്റെ എംപിരിക്കൽ ഫോർമുല കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. എംപിരിക്കൽ ഫോർമുല ആയാലും മോളിക്കുലാർ ഫോർമുല ആയാലും കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു ടേബിൾ കൺസ്ട്രക്റ്റ് ചെയ്തതിന് ശേഷം അതിനകത്ത് കാര്യങ്ങൾ ഉൾപ്പെടുത്തി ചെയ്യുന്നതായിരിക്കും വളരെ എളുപ്പം. ശ്രദ്ധിച്ച്, എലമെൻറ്റ്, പെർസെൻറ്റേജ്, അറ്റോമിക് മാസ്, ദെൻ പെർസെൻറ്റേജ് ബൈ അറ്റോമിക് മാസ്, പെർസെൻറ്റേജ് ബൈ അറ്റോമിക് മാസ്, ദെൻ സിംപ്ലസ്റ്റ് അറ്റോമിക് റേഷ്യോ, സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ടേബിൾ കൺസ്ട്രക്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ശ്രദ്ധിച്ച് എന്തൊക്കെയാണ്: എലമെൻറ്റ്, പെർസെൻറ്റേജ്, അറ്റോമിക് മാസ്, പെർസെൻറ്റേജ് ബൈ അറ്റോമിക് മാസ്, സിംപ്ലസ്റ്റ് അറ്റോമിക് റേഷ്യോ ആൻഡ് സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ. ഇനി ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമുക്ക് തന്നിട്ടുള്ള എലമെൻറ്റുകൾ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ആയിരുന്നു. കാർബണിൻ്റെ പെർസെൻറ്റേജ് 52.2, ഹൈഡ്രജൻ്റെ പെർസെൻറ്റേജ് 13.0 ആൻഡ് ദ റെസ്റ്റ് ഓക്സിജൻ എന്നാണ് പറഞ്ഞിരുന്നത്. സോ ഓക്സിജൻ നമ്മൾ എത്രയാണെന്ന് കണ്ടെത്തി, 34.8. ഈ 34.8 എങ്ങനെ കിട്ടി? 100ൽ നിന്നും ഈ ടോട്ടലിനെ മൈനസ് ചെയ്തപ്പോൾ, അല്ലേ? ശരി, ശ്രദ്ധിച്ച്, അറ്റോമിക് മാസുകൾ നമ്മൾ എഴുതിയിട്ടുണ്ട്. കാർബണിൻ്റെ അറ്റോമിക് മാസ് 12, ഹൈഡ്രജൻ്റെ അറ്റോമിക് മാസ് 1, ഓക്സിജൻ്റെ അറ്റോമിക് മാസ് 16. ദെൻ അടുത്ത കോളം എന്ന് പറയുന്നത് പെർസെൻറ്റേജ് ബൈ അറ്റോമിക് മാസ്, അല്ലേ? സോ കാർബണിൻ്റെ പെർസെൻറ്റേജ് 52.2 ആയിരുന്നു, അറ്റോമിക് മാസ് 12 ആയിരുന്നു. സോ 52.2 ഡിവൈഡഡ് ബൈ 12, ആൻസർ നമുക്ക് 4.35 എന്ന് കിട്ടും. രണ്ടാമത്തത് ഹൈഡ്രജൻ 13.0%, അറ്റോമിക് മാസ് 1, സോ 13/1 വിച്ച് ഈസ് ഈക്വൽ ടു 13. ഓക്സിജൻ്റെ കേസിൽ 34.8 ആണ് പെർസെൻറ്റേജ്, 16 ആണ് അറ്റോമിക് മാസ്. സോ അവരുടെ റേഷ്യോ എന്ന് പറയുമ്പോൾ 2.175. അങ്ങനെ നമ്മൾ പെർസെൻറ്റേജ് ബൈ അറ്റോമിക് മാസ് കാൽക്കുലേറ്റ് ചെയ്തു. അടുത്ത കോളം എന്ന് പറയുന്നത് സിംപ്ലസ്റ്റ് അറ്റോമിക് റേഷ്യോ ആയിരുന്നു. സിംപ്ലസ്റ്റ് അറ്റോമിക് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് ചെയ്ത് കിട്ടിയ ആൻസറിൽ ഏറ്റവും ചെറിയ നമ്പർ ഏതാണെന്ന് നോക്കുക. ചെറിയ വാല്യൂ ഇവിടെ 4.35, 13, 2.175. അപ്പോൾ 2.175 ആണ് ചെറിയ വാല്യൂ. ഈ വാല്യൂ ഉപയോഗിച്ചുകൊണ്ട് ഈ നമ്പറുകളെ എല്ലാത്തിനെയും ഡിവൈഡ് ചെയ്യുക. സോ ഫസ്റ്റ് 4.35 ഡിവൈഡഡ് ബൈ 2.175, ആൻസർ ഈസ് ഈക്വൽ ടു 2. ദെൻ ഇവിടെ 13 ഡിവൈഡഡ് ബൈ 2.175, ആൻസർ ഈസ് 5.97. ദെൻ ലാസ്റ്റ് കോളം 2.175 തന്നെയാണ്. 2.175 ഡിവൈഡഡ് ബൈ 2.175 which is equal to 1. That is simplest atomic ratio. ഇനി അടുത്ത കോളം, അതായത് നമ്മുടെ അവസാനത്തെ കോളം എന്ന് പറയുന്നത് സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ ആണ്. സോ നമ്മളതിനെ റൗണ്ട് ചെയ്ത് എഴുതിയാൽ മതി. ഇവിടെ 2, 5.9 എന്ന് പറയുന്നത് നമുക്ക് 6 ആയിട്ട് എടുക്കാം. 1 എന്ന് പറയുന്നത് 1 തന്നെയാണ്, അല്ലേ? സോ കാർബൺ നമുക്ക് 2, ഹൈഡ്രജൻ നമുക്ക് 6, ഓക്സിജൻ നമുക്ക് 1. ദാറ്റ് ഈസ് എ സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ. സോ അത് നമ്മൾ അറേഞ്ച് ചെയ്ത് എഴുതി. അപ്പോൾ നമുക്ക് എംപിരിക്കൽ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട് എന്ന് പറയുന്നത് C2, അല്ലേ, H6O1. ദാറ്റ് ഈസ് C2H6O. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫ്രം ദ ഫോളോയിങ് പെർസെൻറ്റേജ് കോമ്പോസിഷൻ ഓഫ് എലമെൻറ്റ്സ് ഓഫ് ആൻ ഓർഗാനിക് കോമ്പൗണ്ട് ഫൈൻഡ് ദ മോളിക്കുലാർ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട്. തന്നിട്ടുള്ളത് കാർബൺ 80% ആൻഡ് ഹൈഡ്രജൻ 20%. മോളിക്കുലാർ മാസ് ഓഫ് ദ കോമ്പൗണ്ട് തന്നിട്ടുണ്ട് 30. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് മോളിക്കുലാർ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട്. കോമ്പൗണ്ടിനകത്ത് അടങ്ങിയിട്ടുള്ളത് 2 എലമെൻറ്റ്സ് ആണ്, കാർബണും ഹൈഡ്രജനും. നേരത്തെ എംപിരിക്കൽ ഫോർമുല കണ്ടെത്തിയതുപോലെ തന്നെ ടേബിൾ വരച്ചും നമുക്കിവിടെ തന്നെ ഉത്തരങ്ങൾ കണ്ടെത്താവുന്നതാണ്. അപ്പോൾ ആ രീതി നമുക്കൊന്ന് നോക്കാം. നേരത്തെ ചെയ്തതുപോലെ എലമെൻറ്റ്, പെർസെൻറ്റേജ്, അറ്റോമിക് മാസ്, പെർസെൻറ്റേജ് ബൈ അറ്റോമിക് മാസ്, സിംപ്ലസ്റ്റ് അറ്റോമിക് റേഷ്യോ ആൻഡ് സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ.
2 എലമെൻറ്റ്സ് ആയിരുന്നു ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ടായിരുന്നത്, കാർബണും ഹൈഡ്രജനും. കാർബണിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 80യും ഹൈഡ്രജൻ 20യും. കാർബണിൻ്റെ അറ്റോമിക് മാസ് 12, ഹൈഡ്രജൻ്റെ അറ്റോമിക് മാസ് 1. then അടുത്ത കോളം പെർസെൻറ്റേജ് ബൈ അറ്റോമിക് മാസ് ആയിരുന്നു. സോ 80/12 അല്ലേ, 80/12 ആൻസർ 6.67. ദെൻ രണ്ടാമത്തെ ഹൈഡ്രജൻ്റെ 20/1 അല്ലേ, പെർസെൻറ്റേജ് ബൈ അറ്റോമിക് മാസ് 20/1 ആൻസർ ഈസ് 20. സോ എങ്ങനെയായിരുന്നു സിംപ്ലസ്റ്റ് അറ്റോമിക് റേഷ്യോ കണ്ടെത്തുന്നത്? സിംപ്ലസ്റ്റ് അറ്റോമിക് റേഷ്യോ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇവിടെ കിട്ടിയിട്ടുള്ള വാല്യൂവിലെ ചെറിയ നമ്പർ കൊണ്ട് അല്ലെങ്കിൽ ചെറിയ വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ ഇവിടുത്തെ ചെറിയ വാല്യൂ എന്ന് പറയുന്നത് 6.67 ആണ്. സോ 6.67 ഡിവൈഡഡ് ബൈ 6.67 ആൻസർ ഈസ് 1. ഇവിടെ 20 ഡിവൈഡഡ് ബൈ 6.67 ആൻസർ ഈസ് 3. സോ ഇവിടെ സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ ആയിട്ട് റൗണ്ട് ചെയ്യാനൊന്നും തന്നെ ഇല്ല, 1 and 3. സോ നമുക്ക് എംപിരിക്കൽ ഫോമുല എങ്ങനെ എഴുതാം? കാർബൺ 1, ഹൈഡ്രജൻ 3. സോ ഹിയർ ദ എംപിരിക്കൽ ഫോമുല ഓഫ് ദ കോമ്പൗണ്ട് ഈസ് C1H3. ബട്ട് നമുക്കിവിടെ തന്നിട്ടുള്ളത് അല്ലെങ്കിൽ നമുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നത് എംപിരിക്കൽ ഫോമുലയല്ല, മോളിക്കുലാർ ഫോമുല കണ്ടെത്താനാണ്. സോ എംപിരിക്കൽ ഫോമുലയിൽ നിന്ന് മോളിക്കുലാർ ഫോമുല കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ മോളിക്കുലാർ ഫോമുല ഈസ് ഈക്വൽ ടു എംപിരിക്കൽ ഫോമുല ഇൻറ്റു എൻ. സോ ഇവിടെ നമുക്ക് എംപിരിക്കൽ ഫോമുല കിട്ടി, എൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അടുത്തായിട്ട് നമുക്ക് എൻ കണ്ടുപിടിക്കാം. എൻ കണ്ടുപിടിക്കാനുള്ള നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് മോളിക്കുലാർ മാസ് ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോമുല മാസ്. മോളിക്കുലാർ മാസിനെ എംപിരിക്കൽ ഫോമുല മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ നമുക്ക് എംപിരിക്കൽ ഫോമുല മാസ് ആദ്യം കണ്ടെത്താം. എംപിരിക്കൽ ഫോമുല മാസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് 12+3 എങ്ങനെയാണ് വന്നത്? നമ്മുടെ എംപിരിക്കൽ ഫോമുല C1H3 അല്ലേ. സോ C1 അതിൻ്റെ 12, ഒരു കാർബണിൻ്റെ 12, H3 3, 12 + 3 ആൻസർ 15 കിട്ടും അല്ലേ. സോ എംപിരിക്കൽ ഫോമുല മാസ് എന്ന് പറയുന്നത് 15 ആണ്. മോളിക്കുലാർ മാസ് നമുക്ക് ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ടായിരുന്നു, 30 ആയിരുന്നു. സോ n ഈസ് ഈക്വൽ ടു 30 ഡിവൈഡഡ് ബൈ 15 വിച്ച് ഈസ് ഈക്വൽ ടു 2. അപ്പോൾ എന്നിൻ്റെ വാല്യൂ 2 കിട്ടി. എംപിരിക്കൽ ഫോമുല നമുക്കറിയാം. സോ മോളിക്കുലാർ ഫോമുല കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി മോളിക്കുലാർ ഫോമുല ഈസ് ഈക്വൽ ടു n ഇൻറ്റു എംപിരിക്കൽ ഫോമുല അല്ലെങ്കിൽ എംപിരിക്കൽ ഫോമുല ഇൻറ്റു n. അപ്പോൾ C1H3 ആയിരുന്നു എംപിരിക്കൽ ഫോമുല ഇൻറ്റു 2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? C2H6. സോ C2H6 ഈസ് ദ മോളിക്കുലാർ ഫോമുല ഓഫ് ദാറ്റ് കോമ്പൗണ്ട്. രണ്ടാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സ്റ്റോയിഷ്യോമെട്രി ആൻഡ് സ്റ്റോയിഷ്യോമെട്രിക് കാൽക്കുലേഷൻസ്. വായിക്കുന്നത് എങ്ങനെ ശ്രദ്ധിച്ച്, സ്റ്റോയിഷ്യോമെട്രി ആൻഡ് സ്റ്റോയിഷ്യോമെട്രിക് കാൽക്കുലേഷൻസ്. നമുക്ക് എന്താ സ്റ്റോയിഷ്യോമെട്രി എന്നൊന്ന് നോക്കാം. ശ്രദ്ധിച്ചേ, ദ വേർഡ് സ്റ്റോയിഷ്യോമെട്രി ഈസ് ഡിറൈവ്ഡ് ഫ്രം 2 ഗ്രീക്ക് വേർഡ്സ്. സ്റ്റോയിഷ്യോമെട്രി എന്ന് പറയുന്ന വാക്ക് ഡിറൈവ് ചെയ്തേക്കുന്നത് 2 ഗ്രീക്ക് വേർഡ്സിനകത്ത് നിന്ന്. ആ ഗ്രീക്ക് വേർഡ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തത് സ്റ്റോയിഷ്യോൺ. സ്റ്റോയിഷ്യോണിൻ്റെ മീനിങ് എലമെൻ്റ് എന്നാണ്. ആൻഡ് മെട്രോൺ. മെട്രോണിൻ്റെ മീനിങ് മെഷേഴ്സ് എന്നാണ്. എന്ന് പറഞ്ഞാൽ എലമെൻസിൻ്റെ എന്തൊക്കെയോ നമ്മൾ മെഷർ ചെയ്യുന്നു അല്ലേ. സോ എലമെൻസിൻ്റെ മെഷർമെൻറ്റിന് വിളിക്കുന്ന പേരാണ് സ്റ്റോയിഷ്യോമെട്രി. അപ്പോൾ സ്റ്റോയിഷ്യോമെട്രിയുടെ വാക്ക് ഡിറൈവ് ചെയ്തിട്ടുള്ളത് സ്റ്റോയിഷ്യോൺ, മെട്രോൺ തുടങ്ങിയ 2 ഗ്രീക്ക് വേർഡ്സിനകത്ത് നിന്നാണ്. അപ്പോൾ സ്റ്റോയിഷ്യോമെട്രിക്കകത്ത് എന്തിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് നമുക്ക് നോക്കാം. ദ സ്റ്റോയിഷ്യോമെട്രി ഡീൽസ് വിത്ത് ദ കാൽക്കുലേഷൻസ് ഇൻവോൾവിങ് ദ മാസസ് ഓർ ദ വോളിയംസ് ഓഫ് റിയാക്റ്റൻസ് ആൻഡ് പ്രോഡക്റ്റ്. അതായത് ഒരു കെമിക്കൽ റിയാക്ഷനകത്തുള്ള റിയാക്റ്റൻസിൻ്റെയും പ്രോഡക്ട്സിൻ്റെയും മാസുകളുടെ കാൽക്കുലേഷൻ അല്ലെങ്കിൽ വോളിയത്തിൻ്റെ കാൽക്കുലേഷൻ തുടങ്ങിയവയാണ് ആര് ഡീൽ ചെയ്യുന്നത്? സ്റ്റോയിഷ്യോമെട്രി ഡീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റോയിഷ്യോമെട്രിക് കാൽക്കുലേഷൻസ് എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. സ്റ്റോയിഷ്യോമെട്രിക് കാൽക്കുലേഷൻസ് അല്ലേ. യൂസിങ് സ്റ്റോയിഷ്യോമെട്രിക് കാൽക്കുലേഷൻസ് ദ എമൗണ്ട് ഓഫ് 1 or more reactants required to produce a particular amount of product can be determined and vice versa. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോയിഷ്യോമെട്രിക് കാൽക്കുലേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് the amount of 1 or more reactants required to produce a particular amount of product. ഒരു പർട്ടിക്കുലർ എമൗണ്ട് പ്രോഡക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എത്രമാത്രം റിയാക്റ്റൻ്റ് മോളിക്യൂൾസിനെ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ എത്രമാത്രം പ്രോഡക്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് എത്ര റിയാക്റ്റൻസ് ഉപയോഗിക്കണം അല്ലേ. റിയാക്റ്റൻസ് എത്ര ഉപയോഗിച്ചാൽ എത്ര പ്രോഡക്റ്റ് കിട്ടും. ഇപ്പോൾ നമുക്കൊരു പർട്ടിക്കുലർ എമൗണ്ട് പ്രോഡക്റ്റ്, ഒരു 100 gram പ്രോഡക്റ്റ് കിട്ടണം, അതിന് എത്ര റിയാക്റ്റൻസിനെ ഉപയോഗിക്കണം തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് എന്തുപയോഗിച്ച് മനസ്സിലാക്കാം? സ്റ്റോയിഷ്യോമെട്രിക് കാൽക്കുലേഷൻസ് ഉപയോഗിച്ച് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് സ്റ്റോയിഷ്യോമെട്രിക് കാൽക്കുലേഷൻസ് നടത്തണമെന്നുണ്ടെങ്കിൽ ഒരു കെമിക്കൽ ഇക്വേഷൻ ആവശ്യമാണ് അല്ലേ. അപ്പോൾ നമുക്ക് കെമിക്കൽ ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. കെമിക്കൽ ഇക്വേഷനെ പറ്റിയൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതും എഴുതിയിട്ടുള്ളതും ബാലൻസ് ചെയ്തിട്ടുള്ളതുമാണ് അല്ലേ. സോ ശ്രദ്ധിച്ച്, എന്താ ഒരു കെമിക്കൽ ഇക്വേഷൻ? A chemical equation is a symbolic representation of a chemical change in terms of symbols and formulae of the reactants and product.
അതായത് ഒരു കെമിക്കൽ റിയാക്ഷനെ, അതായത് റിയാക്റ്റൻസും പ്രോഡക്റ്റും ഉൾപ്പെടുന്ന ഒരു കെമിക്കൽ റിയാക്ഷനെ റെപ്രസെൻ്റ് ചെയ്യുന്ന, സിംബോളിക്കായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്ന രീതിക്ക് വിളിക്കുന്ന പേരാണ് എ കെമിക്കൽ ഇക്വേഷൻ. A chemical equation is a symbolic representation of a chemical change in terms of symbols and formulae of the reactants and product. Okay. Then the overall chemical change can be represented by a balanced chemical equation. അതായത് ഓവറോൾ കംപ്ലീറ്റ് കെമിക്കൽ ചേഞ്ചിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഉപയോഗിക്കാം. ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഇതാവുന്ന ശ്രദ്ധിച്ച് 2H2 + O2 gives 2H2 അല്ലേ? എല്ലാവർക്കും പരിചിതമായിട്ടുള്ളൊരു ഇക്വേഷനാണ് 2H2. ഹൈഡ്രജൻ പ്ലസ് ഓക്സിജൻ ഗീവ്സ് വാട്ടർ. ഇവിടെ കൊടുത്തേക്കുന്നത് ഫിസിക്കൽ സ്റ്റേറ്റ് ആണ്. ഹൈഡ്രജൻ ഇൻ ഗേഷ്യസ് സ്റ്റേറ്റ്, ഓക്സിജൻ ഇൻ ഗേഷ്യസ് സ്റ്റേറ്റ്. നമുക്ക് കിട്ടുന്ന വാട്ടർ ഏത് ഫോമിലായിരിക്കും? ലിക്വിഡ് സ്റ്റേറ്റിലായിരിക്കും. അപ്പോൾ ഇതൊരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആണോ നോക്കാം. ഇതാ ശ്രദ്ധിച്ച്, 4 ഹൈഡ്രജൻ റിയാക്റ്റൻറ്റിലുണ്ട്, 4 ഹൈഡ്രജൻ പ്രോഡക്റ്റിലുണ്ട്, 2 ഓക്സിജൻ റിയാക്റ്റൻറ്റിലുണ്ട്, 2 ഓക്സിജൻ പ്രോഡക്റ്റിലുണ്ട്. സോ ദിസ് ഈസ് എ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. അപ്പോൾ ഇത്തരത്തിലുള്ള ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ സ്റ്റോയിഷ്യോമെട്രിക് കാൽക്കുലേഷൻസ് നടത്തുന്നത്. ഓക്കെ. അപ്പോൾ ഇനി എങ്ങനെയാണ് ഈ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ നമ്മുടെ സ്റ്റോയിഷ്യോമെട്രി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. ദാ ശ്രദ്ധിച്ചേ, 2 മോൾ അല്ലേ? ദാ ശ്രദ്ധിച്ചേ, ഹൈഡ്രജന് താഴെയല്ലേ എഴുതിയേക്കുന്നത്? 2 മോൾ ഹൈഡ്രജൻ കമ്പൈൻസ് വിത്ത് 1 മോൾ ഓക്സിജൻ ടു ഫോം 2 മോൾ വാട്ടർ. കണ്ടോ? ദാറ്റ് ഈസ് ദ മോൾ റെപ്രസെൻറ്റേഷൻ. അതായത് ശ്രദ്ധിച്ചേ, 2 മോൾ ഹൈഡ്രജൻ കമ്പൈൻസ് വിത്ത് 1 മോൾ ഓക്സിജൻ ടു ഫോം 2 മോൾ വാട്ടർ അല്ലേ? അതായത് ഇവിടെ നമ്മൾ എഴുതിയേക്കുന്നത് മോളാർ റേഷ്യോ ആണ്. ആരൊക്കെ തമ്മിലുള്ളത്? റിയാക്റ്റൻസും പ്രോഡക്റ്റും. അപ്പോൾ ഇത് എന്തുപയോഗിച്ചുകൊണ്ട് നമ്മൾ എഴുതിയത്? ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. അപ്പോൾ മോളാർ റേഷ്യോ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ദെൻ രണ്ടാമത്തേതെന്ന് പറയുന്നത് മാസ് റേഷ്യോ. മാസ് റേഷ്യോ നോക്കിക്കേ, ടോട്ടൽ ഇവിടെ 4 ഗ്രാം ഹൈഡ്രജൻ അല്ലേ? ഇവിടെ O2 എന്ന് പറയുമ്പോൾ 32 ഗ്രാം ഓക്സിജൻ, 36 ഗ്രാം വാട്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് ശ്രദ്ധിച്ച് നമുക്ക് എങ്ങനെ പറയാം? 4 ഗ്രാം ഹൈഡ്രജൻ കമ്പൈൻസ് വിത്ത് 32 ഗ്രാം ഓക്സിജൻ ടു ഫോം 36 ഗ്രാം വാട്ടർ. ഇവിടെ 36 കിട്ടി എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. H2 എന്ന് പറയുമ്പോൾ 2 + 16 18 കിട്ടും. 18 × 2 നമുക്ക് 36 കിട്ടും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് മോളാർ റേഷ്യോ പറയാം. മോളാർ റേഷ്യോ തന്നെയാണ് വോളിയം റേഷ്യോ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതിൽ 2 വോളിയം ഹൈഡ്രജൻ കമ്പൈൻസ് വിത്ത് 1 വോളിയം ഓക്സിജൻ ടു ഫോം 2 വോളിയം വാട്ടർ. അതായത് മോളാർ റേഷ്യോ ഓർ വോളിയം റേഷ്യോ. അതുപോലെ തന്നെ നമുക്ക് മാസ് റേഷ്യോ. ഈ കാര്യങ്ങളെല്ലാം എന്തുപയോഗിച്ചുകൊണ്ട് പറയാം? സ്റ്റോയിഷ്യോമെട്രി അനുസരിച്ച് ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ബേസിലാണ് നമുക്ക് റിയാക്റ്റൻസ് തന്നു കഴിഞ്ഞാൽ, റിയാക്റ്റൻസിൻ്റെ എമൗണ്ട് തന്നു കഴിഞ്ഞാൽ പ്രോഡക്റ്റ് എത്ര കിട്ടും, അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഇത്ര കിട്ടുന്നതിന് എത്ര റിയാക്റ്റൻസിനെ ഉപയോഗിക്കണം. അപ്പോൾ അത്തരത്തിലുള്ള പ്രോബ്ലംസ് പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കാറുള്ളതാണ്. അപ്പോൾ സ്റ്റോയിഷ്യോമെട്രി അനുസരിച്ചുള്ള അത്തരത്തിലുള്ള കുറച്ച് പ്രോബ്ലംസ് കൂടെ നമുക്ക് നോക്കാം. ഓക്കെ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ക്വസ്റ്റ്യൻ ഇതാണ്: കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് വാട്ടർ പ്രൊഡ്യൂസ്ഡ് ബൈ ദ കമ്പഷൻ ഓഫ് 16 ഗ്രാം ഓഫ് മീതെയിൻ. അതായത് 16 ഗ്രാം മീതെയിൻ കമ്പഷന് വിധേയമാകുമ്പോൾ എത്ര എമൗണ്ട് വാട്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത്തരത്തിലുള്ള ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് ഫസ്റ്റ് അതിൻ്റെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എഴുതണം. അപ്പോൾ ഇവിടെ മീതെയിൻ കമ്പഷന് വിധേയമാകുവാണ്, മീൻസ് ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. സോ നമ്മുടെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ CH4 + 2O2 gives CO2 + 2H2. അതായത് മീതെയിൻ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഉണ്ടാകുന്നു. ബാലൻസ് ചെയ്ത ഇക്വേഷൻ. ഇതിനകത്ത് നമുക്ക് സ്റ്റോയിഷ്യോമെട്രി അനുസരിച്ച് എന്തൊക്കെ കാര്യങ്ങൾ എഴുതാം? ആദ്യം നമുക്ക് മോളാർ റേഷ്യോ എഴുതാം. മോളാർ റേഷ്യോ എങ്ങനെ എഴുതുന്നത്? 1 മോൾ മീതെയിൻ കമ്പൈൻസ് വിത്ത് 2 മോൾ ഓക്സിജൻ ടു ഫോം 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് 2 മോൾ വാട്ടർ. ശരിയല്ലേ? മോളാർ റേഷ്യോ. അതുപോലെ നമുക്ക് മാസ് റേഷ്യോ കൂടി എഴുതാം. 16 ഗ്രാം CH4. എങ്ങനെയാണ് 16 ഗ്രാം കിട്ടിയത്? കാർബണിൻ്റെ 12 + 1 × 4 ഹൈഡ്രജൻ്റെ 4 അല്ലേ? അപ്പോൾ 12 + 4 നമുക്ക് 16 കിട്ടും. ദെൻ 2O2 ഒരു ഓക്സിജൻ്റെ 16 ആണ്. ദെൻ 4 ഓക്സിജൻ ഉണ്ട്, അപ്പോൾ അവിടെ 64. ദെൻ കാർബൺ ഡൈ ഓക്സൈഡ് 44 ഗ്രാം, 2H2O 36 ഗ്രാം. അപ്പോൾ ഇത് നമുക്ക് കിട്ടിയിട്ടുള്ളത് മാസ് റേഷ്യോ ആണ്. അപ്പോൾ നമ്മൾ മോളാർ റേഷ്യോ എഴുതി, മാസ് റേഷ്യോ എഴുതി. നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്
16 ഗ്രാം മീഥെയിൻ കമ്പഷന് വിധേയമാകുമ്പോൾ എത്ര എമൗണ്ട് വാട്ടർ കിട്ടും എന്നുള്ളതാണ്. സോ 16 ഗ്രാം മീഥെയിൻ തന്നെയാണ് നമ്മുടെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനകത്തും തന്നിരുന്നത്. സോ നമുക്ക് എത്ര ഗ്രാം വാട്ടർ കിട്ടും? 36 ഗ്രാം അല്ലേ. കാർബൺ ഡൈ ഓക്സൈഡ് എത്ര കിട്ടും? 44 ഗ്രാം. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ദ എമൗണ്ട് ഓഫ് വാട്ടർ പ്രൊഡ്യൂസ്ഡ് ബൈ ദ കമ്പഷൻ ഓഫ് 16 ഗ്രാം ഓഫ് മീഥെയിൻ ഈസ് ഈക്വൽ ടു 36 ഗ്രാം അല്ലേ. 16 ഗ്രാം മീഥെയിനെ കമ്പൈൻ ചെയ്യാനായിട്ട് 64 ഗ്രാം ഓക്സിജൻ വേണം. അത് കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് 44 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡും 36 ഗ്രാം വാട്ടറും കിട്ടും. രണ്ടാമത്തെ ചോദ്യം ഇതാണ്. ഹൗ മെനി മോൾസ് ഓഫ് മീഥെയിൻ ആർ റിക്വയർഡ് ടു പ്രൊഡ്യൂസ് 22 ഗ്രാം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആഫ്റ്റർ കമ്പഷൻ? ഹൗ മെനി മോൾസ് ഓഫ് മീഥെയിൻ ആർ റിക്വയർഡ് ടു പ്രൊഡ്യൂസ് 22 ഗ്രാം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആഫ്റ്റർ കമ്പഷൻ? അതായത് എത്ര മോൾ മീഥെയിൻ ആവശ്യമാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണ്? കമ്പഷൻ്റെ ഫലമായിട്ട് 22 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാലും ഫസ്റ്റ് നമ്മൾ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനാണ് എഴുതേണ്ടത്. സോ ഹിയർ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ CH4 + 2O2 gives CO2 + 2H2O. നേരത്തെ എഴുതിയ നമ്മുടെ അതേ ഇക്വേഷൻ തന്നെ അല്ലേ. മീഥെയിൻ്റെ കമ്പഷനാണ് പറഞ്ഞിട്ടുള്ളത്. സോ മീഥെയിൻ CH4 + 2O2 gives CO2 + 2H2O. സോ സ്റ്റോയിഷ്യോമെട്രി അനുസരിച്ച് നമുക്ക് പഴയ കാര്യങ്ങൾ വീണ്ടും എഴുതാം. മോളാർ റേഷ്യോയും മാസ് റേഷ്യോയും. മോളാർ റേഷ്യോ 1 മോൾ മീഥെയിൻ കമ്പൈൻസ് വിത്ത് 2 മോൾ ഓക്സിജൻ ടു ഫോം 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് 2 മോൾ വാട്ടർ അല്ലേ. ദെൻ മാസ് റേഷ്യോ CH4ൻ്റെ 16 ഗ്രാം, ദെൻ 2O2ൻ്റെ 64 ഗ്രാം, CO2ൻ്റെ 44 ഗ്രാം, 2H2ൻ്റെ 36 ഗ്രാം. അപ്പോൾ മാസ് റേഷ്യോ എഴുതി, അതുപോലെ തന്നെ മോളാർ റേഷ്യോ എഴുതി. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് വരാം. ഹൗ മെനി മോൾസ് ഓഫ് മീഥെയിൻ. അപ്പം മീഥെയിൻ എത്ര മോൾ യൂസ് ചെയ്യണം എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എത്ര കിട്ടണം? 22 ഗ്രാം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പം നമ്മുടെ ബാലൻസ്ഡ് ഇക്വേഷൻ അനുസരിച്ച് 1 മോൾ മീഥെയിൻ അല്ലെങ്കിൽ 16 ഗ്രാം മീഥെയിൻ എടുത്തു കഴിഞ്ഞാൽ 44 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും അല്ലേ. ബട്ട് നമുക്കിവിടെ എത്ര ചോദിച്ചേക്കുന്നത്? 22 ഗ്രാം. അപ്പം 22 ഗ്രാമിൻ്റെ മോളാണ് നമുക്ക് വേണ്ടുന്നത്. 1 മോൾ എടുത്താൽ 44 ഗ്രാം. അപ്പോൾ 22 ഗ്രാമിന് എത്ര മതി? 1 മോളിൻ്റെ ഹാഫ് മതി. 1 മോളിൻ്റെ ഹാഫ് എന്ന് പറയുമ്പോൾ 0.5 മോൾ. ഓക്കെ, സോ ദ ആൻസർ ഈസ് 0.5 മോൾ. ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് മീഥെയിൻ റിക്വയർഡ് ടു പ്രൊഡ്യൂസ് 22 ഗ്രാം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ഈക്വൽ ടു 0.5 മോൾ. ഇന്നത്തെ നമ്മുടെ മൂന്നാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ലിമിറ്റിംഗ് റിയേജൻറ്റ് അഥവാ ലിമിറ്റിംഗ് റിയാക്റ്റൻറ്റ്. സോ വാട്ട് ഈസ് ലിമിറ്റിംഗ് റിയേജൻറ്റ്? ലിമിറ്റിംഗ് റിയേജൻറ്റിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നമുക്ക് നോക്കാൻ. ശ്രദ്ധിച്ചേ. ദ റിയേജൻറ്റ് വിച്ച് ലിമിറ്റ്സ് എ റിയാക്ഷൻ or the reagent which is completely consumed in a chemical reaction is called limiting reagent or limiting reactant. അതായത് ഒരു കെമിക്കൽ റിയാക്ഷനിൽ കംപ്ലീറ്റ് ആയിട്ട് ഉപയോഗിക്കപ്പെടുന്ന റിയേജൻറ്റിനെ വിളിക്കുന്ന പേരാണ് ലിമിറ്റിംഗ് റിയാക്റ്റൻറ്റ്. ഓക്കെ, ആ റിയാക്ഷനിൽ പ്രോഡക്റ്റ് ഉണ്ടാകുന്നതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ലിമിറ്റിംഗ് റിയാക്റ്റൻറ്റിൻ്റെ അല്ലെങ്കിൽ ലിമിറ്റിംഗ് റിയേജൻറ്റിൻ്റെ എമൗണ്ട് ആയിരിക്കും. അപ്പോൾ എത്രമാത്രം പ്രോഡക്റ്റ് ഉണ്ടാകണം എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഈ ലിമിറ്റിംഗ് റിയാക്റ്റൻറ്റ് ആയിരിക്കും. ഓക്കെ, ശ്രദ്ധിച്ചേ. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. 2SO2 + O2 gives 2SO3 അല്ലേ. ഫെമിലിയർ ആയിട്ടുള്ളൊരു ഇക്വേഷനാണ്. സൾഫ്യൂരിക് ആസിഡിൻ്റെ കോണ്ടാക്റ്റ് പ്രോസസ്സ്, സൾഫ്യൂരിക് ആസിഡിൻ്റെ നിർമ്മാണ പ്രക്രിയയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കെമിക്കൽ റിയാക്ഷനാണ് SO2ൽ നിന്നും SO3 പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനാണ് തന്നിട്ടുള്ളത്. 2SO2 ഗേഷ്യസ് സ്റ്റേറ്റ് + O2 ഗേഷ്യസ് സ്റ്റേറ്റ് ഗീവ്സ് 2SO3 സൾഫർ ട്രൈ ഓക്സൈഡ്, അതും ഗേഷ്യസ് സ്റ്റേറ്റ്. സോ ഇവിടുത്തെ റിയാക്റ്റൻറ്റുകളുടെയും പ്രോഡക്റ്റിൻ്റെയും ഫിസിക്കൽ സ്റ്റേറ്റ് ഗേഷ്യസ് സ്റ്റേറ്റ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റോയിഷ്യോമെട്രി അനുസരിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതാം അല്ലേ. എന്തൊക്കെ പറയാൻ പറ്റും? ശ്രദ്ധിച്ച്. 2 മോൾ SO2 കമ്പൈൻസ് വിത്ത് 1 മോൾ O2 ടു ഫോം 2 മോൾ SO3. ശരിയല്ലേ. 2 മോൾ SO2 1 മോൾ O2മായിട്ട് കമ്പൈൻ ചെയ്ത് 2 മോൾ SO3 ഫോം ചെയ്യുന്നു. സപ്പോസ് ഇഫ് വി ടേക്ക് 10 മോൾ SO2, നമ്മൾ 10 മോൾ SO2 എടുക്കുന്നു, 10 മോൾ O2 എടുക്കുന്നു, 10 മോൾ SO3 എനിക്ക് കിട്ടി. അപ്പോൾ നമ്മൾ എടുത്തേക്കുന്ന എത്ര മോളാണ്? 10 മോൾ SO2 ആണ്. 10 മോൾ O2 ഉപയോഗിച്ചു. എത്ര മോൾ SO3 കിട്ടി? 10 മോൾ SO3 കിട്ടി. സോ നമുക്ക് കെമിക്കൽ റിയാക്ഷനിൽ നിന്നും സ്റ്റോയിഷ്യോമെട്രി അനുസരിച്ച് എഴുതാൻ പറ്റുന്നത് 2 മോൾ കമ്പൈൻസ് വിത്ത് അല്ലേ. 2 മോൾ SO2 കമ്പൈൻസ് വിത്ത് 1 മോൾ O2 ടു ഫോം 2 മോൾ SO3 എന്ന് പറഞ്ഞാൽ 2 മോൾ SO2ന് കമ്പൈൻ ചെയ്യാൻ 1 മോൾ O2 മതി. എന്ത് ഫോം ചെയ്യാൻ? 2 മോൾ SO3 ഫോം ചെയ്യാൻ. അങ്ങനെയെങ്കിൽ ഇവിടെ നിന്ന് ശ്രദ്ധിച്ചേ.
10 മോൾ SO2-ന് എത്ര മോൾ O2 വേണ്ടി വരും? 10 മോൾ SO3 ഫോം ചെയ്യാൻ 2-ന് 1 ആണെങ്കിൽ 10-ന് ഇവിടെ 10-ൻ്റെ പകുതി മതി അല്ലേ? എന്ന് പറഞ്ഞാൽ 5 മോൾ മതി. എന്ന് പറഞ്ഞാൽ ബാക്കി 5 മോൾ ഓക്സിജൻ അവിടെ എക്സസ് ആയിട്ട് നിലനിൽക്കുമല്ലേ? അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ആരെ? ഈ 10 മോൾ SO2 ഉപയോഗിച്ചുകൊണ്ടല്ലേ നമ്മൾ 10 മോൾ SO3 ഉണ്ടാക്കിയത്? സോ കംപ്ലീറ്റ് ആയിട്ട് ഉപയോഗിച്ചത് SO2 ആണ്. ഇവിടെ എക്സസ് ആയിട്ട് അല്ലെങ്കിൽ അധികമായിട്ട് നിൽക്കുന്നത് O2 ആണ്. സോ ഈ രണ്ടുപേരെ നമുക്ക് ഓരോ പേരിട്ട് വിളിക്കാം. ഇവിടെ SO2-നെ നമ്മൾ വിളിക്കുന്ന പേര് ലിമിറ്റിംഗ് റിയാക്റ്റൻ്റ്, കാരണം അതിനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കൺസ്യൂം ചെയ്തു അല്ലേ? എക്സസ് ആയിട്ട് നിൽക്കുന്ന 5 മോൾ അധികം ഉണ്ടായിരുന്നല്ലോ ഓക്സിജൻ. സോ എക്സസ് ആയിട്ട് നിൽക്കുന്ന ഓക്സിജനെ നമുക്ക് ഏത് പേരിട്ട് വിളിക്കാം? എക്സസ് റിയാക്റ്റൻ്റ് എന്ന് വിളിക്കാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കെമിക്കൽ റിയാക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിനകത്തൊരു ലിമിറ്റിംഗ് റിയാക്റ്റൻ്റ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ എക്സസ് റിയാക്റ്റൻസും ഉണ്ടാകാം. ഓക്കെ, അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് കൺസ്യൂം ചെയ്യുന്ന റിയാക്റ്റൻറ്റിന് വിളിക്കുന്ന പേര് ലിമിറ്റിംഗ് റിയാക്റ്റൻ്റ്. അധികമുണ്ടെങ്കിൽ റിയാക്ഷനിൽ അധികമുള്ള റിയാക്റ്റൻറ്റുകളെ നമ്മൾ വിളിക്കുന്ന പേര് എക്സസ് റിയാക്റ്റൻ്റ്. ലിമിറ്റിംഗ് റിയേജൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു പ്രോബ്ലമാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ചാപ്റ്ററിൽ തന്നെ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൊരു പ്രോബ്ലമാണ് ഈ ലിമിറ്റിംഗ് റിയേജൻറ്റിൻ്റെ കാൽക്കുലേഷൻ. പക്ഷെ നമുക്കത് സിമ്പിളായിട്ട് ചെയ്യുന്ന രീതിയും കാര്യങ്ങളും എല്ലാം ഞാൻ പറഞ്ഞു തരാം. ആദ്യം നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ച്. 50 കിലോഗ്രാം ഓഫ് നൈട്രജൻ ആൻഡ് 10 കിലോഗ്രാം ഓഫ് ഹൈഡ്രജൻ ആർ മിക്സ്ഡ് ടു പ്രൊഡ്യൂസ് NH3. ക്വസ്റ്റ്യൻ ഒന്ന് മനസ്സിലാക്കിപ്പാം. 50 കിലോഗ്രാം നൈട്രജനും 10 കിലോഗ്രാം ഹൈഡ്രജനും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ അമോണിയ നിർമ്മിക്കുന്നത്. നമുക്കറിയാം നൈട്രജനും ഹൈഡ്രജനും കൂടെ മിക്സ് ചെയ്തിട്ടാണ് അമോണിയ അഥവാ NH3 നിർമ്മിക്കുന്നത്. ഐഡൻറ്റിഫൈ ദ ലിമിറ്റിംഗ് റിയേജൻറ്റ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് NH3 ഇൻ ദിസ് സിറ്റുവേഷൻ. ഈ സിറ്റുവേഷനിൽ അമോണിയയുടെ പ്രൊഡക്ഷനിലുള്ള ലിമിറ്റിംഗ് റിയേജൻറ്റ് ആരാണെന്ന് കണ്ടുപിടിക്കണം. തീർന്നിട്ടില്ല. കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് NH3 ഫോംഡ്. അവിടെ എത്രമാത്രം അമോണിയ ഫോം ചെയ്യുന്നു എന്നുള്ളതും കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളതായിട്ടുള്ളത്. എന്തൊക്കെയാണ്? ഒന്ന്, ലിമിറ്റിംഗ് റിയേജൻറ്റ് കണ്ടെത്തണം. രണ്ടാമത്, എമൗണ്ട് ഓഫ് NH3 ഫോംഡ്, എത്രമാത്രം അമോണിയ ഫോം ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ ഒരു 3 സ്റ്റെപ്പിലാണ് ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് ഞാൻ പഠിപ്പിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാലും ആദ്യമായിട്ട് നിങ്ങൾ അതിൻ്റെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ അങ്ങ് എഴുതുക. സോ ഇവിടെ ആരൊക്കെയാണ് വരുന്നത്? നൈട്രജനും ഹൈഡ്രജനും കൂടെ കമ്പൈൻ ചെയ്തിട്ട് അമോണിയ ഫോം ചെയ്യുന്നു. സോ നമുക്ക് അതിൻ്റെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ അങ്ങ് എഴുതാം. ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത് N2 + 3H2 gives 2NH3 അല്ലേ? N2 + 3H2 gives 2NH3. ഈ ഇക്വേഷൻ നിങ്ങൾക്ക് പരിചയമുള്ളതാണ്. ഹേബർ പ്രോസസ്സ് എന്നറിയപ്പെടും. പഠിച്ചിട്ടുണ്ടായിരിക്കണം ചെറിയ ക്ലാസ്സുകളിൽ. അമോണിയയുടെ നിർമ്മാണ പ്രക്രിയയ്ക്ക് വിളിക്കുന്ന പേരാണ് ഹേബർ പ്രോസസ്സ്. ശ്രദ്ധിച്ച്, ഇതൊരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാം. നൈട്രജൻ 2, നൈട്രജൻ 2, ഹൈഡ്രജൻ 6, ഹൈഡ്രജൻ ഇവിടെ 6. സോ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താ? ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എഴുതുക. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, തന്നിട്ടുള്ള മാസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ ഓരോ എലമെൻറ്റിൻ്റെയും അല്ലെങ്കിൽ തന്നിട്ടുള്ള ഓരോ റിയാക്റ്റൻറ്റിൻ്റെയും നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ നമുക്കിവിടെ നൈട്രജൻ്റെയും ഹൈഡ്രജൻ്റെയും നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യണം. ആദ്യമായിട്ട് നമ്പർ ഓഫ് മോൾസ് ഓഫ് നൈട്രജൻ കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ തന്നേക്കുന്നത് മാസ് അല്ലേ? അതായത് നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുകയുണ്ടായി. N2 എന്ന് പറയുമ്പം മോളിക്യൂളാണ്. അപ്പോൾ മാസ് തന്നിട്ടുണ്ടെങ്കിൽ മോളിക്യൂളിൻ്റെ കേസിലാണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് മാസ് ഇൻ ഗ്രാം ഡിവൈഡഡ് ബൈ GMM. സോ ഇവിടെ മാസ് ഇൻ ഗ്രാം എന്ന് പറയുന്നത് കിലോഗ്രാമിൽ തന്നിട്ടുള്ളത് 50 കിലോഗ്രാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ 50 × 10⁻³ സോ മാസ് ഇൻ ഗ്രാം ആയി. ഡിവൈഡഡ് ബൈ GMM, ഒരു നൈട്രജൻ 14, N2 എന്ന് പറയുമ്പോൾ 28. സോ 50 × 10⁻³ ഡിവൈഡഡ് ബൈ 28 മാസ് ഇൻ ഗ്രാം ഡിവൈഡഡ് ബൈ GMM. സോ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 1.785 × 10⁻³ മോൾ എന്ന് കിട്ടും. 1.785 × 10⁻³ മോൾ. സോ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് നമ്പർ ഓഫ് മോൾസ് ഓഫ് നൈട്രജൻ ആണ്. ഏതാ ഇക്വേഷൻ ഉപയോഗിച്ചത്? മാസ് ഇൻ ഗ്രാം ഡിവൈഡഡ് ബൈ GMM. ഇതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ ആളിനെ കണ്ടുപിടിക്കാം, ഹൈഡ്രജൻ്റെ. നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹൈഡ്രജൻ ഈസ് ഈക്വൽ ടു മാസ് ഇൻ ഗ്രാം, ഇവിടെയും 10 കിലോഗ്രാം എന്നാണ് തന്നേക്കുന്നത്. സോ 10 × 10⁻³ ഡിവൈഡഡ് ബൈ H2 ആയതുകൊണ്ട് 2 അല്ലേ?
GMM എന്ന് പറയുന്നത് 2 ആണ്, ഗ്രാം മോളിക്കുലർ മാസ് 2 ആണ്. സോ അവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 5 × 10³ മോൾ എന്ന് കിട്ടും. 5 × 10³ മോൾ. സോ നമ്മുടെ 2 സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. എന്തൊക്കെ 2 സ്റ്റെപ്പ്? ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എഴുതുക, തന്നിരിക്കുന്ന ഓരോ റിയാക്റ്റൻറ്റിൻ്റെയും നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യുക. അടുത്ത സ്റ്റെപ്പാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്. നന്നായിട്ടങ്ങ് മനസ്സിലാക്കുക, ശ്രദ്ധിച്ചേ. നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹൈഡ്രജൻ റിക്വയർഡ് ടു റിയാക്ട് വിത്ത് 1.785 × 10³ മോൾസ് ഓഫ് നൈട്രജൻ. അതായത് ഹൈഡ്രജൻ്റെ നമ്പർ ഓഫ് മോൾസ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. 1.785 × 10³ മോളാണ് നമ്മളെ കയ്യിലുള്ളത്, അല്ലേ? 1.785 × 10³ മോളുമായിട്ട് കമ്പൈൻ ചെയ്യുന്ന ഹൈഡ്രജൻ്റെ മാസ് അല്ലെങ്കിൽ ഹൈഡ്രജൻ്റെ മോള് എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ ശ്രദ്ധിച്ച് അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് നോക്കിക്കേ. 1 മോൾ നൈട്രജന് 3 മോൾ ഹൈഡ്രജൻ വേണം. എങ്ങനെയാ? 1 മോൾ നൈട്രജന് 3 മോൾ ഹൈഡ്രജൻ, അതായത് 1 ൽ 3. അങ്ങനെയെങ്കിൽ 1.785 അല്ലേ, 1.785 × 10³ മോൾ നൈട്രജന് എത്ര ഹൈഡ്രജൻ വേണം? മനസ്സിലായോ? 1 മോൾ നൈട്രജന് 3 മോൾ ഹൈഡ്രജൻ. അങ്ങനെയെങ്കിൽ 1.785 × 10³ മോളിന് എത്ര ഹൈഡ്രജൻ ആവശ്യമാണ്? അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 5.36 × 10³ മോൾ എന്ന് കിട്ടും. 5.36 × 10³ മോൾ എന്ന് പറയുന്നത് ഹൈഡ്രജൻ്റെ നമ്പർ ഓഫ് മോൾസ് ആണ്. ആരുമായിട്ട് കമ്പൈൻ ചെയ്യേണ്ടുന്നത്? 1.785 × 10³ ആയിട്ട്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? 1.785 × 10³ മോൾ നൈട്രജന് കമ്പൈൻ ചെയ്യാനായിട്ട് 5.36 × 10³ മോൾ ഹൈഡ്രജൻ ആവശ്യമാണ്, അല്ലേ? പക്ഷെ നമുക്ക് എത്ര മാത്രമേ ഹൈഡ്രജൻ തന്നിട്ടുള്ളൂ? 5 × 10³ അല്ല ഉള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഹൈഡ്രജൻ കുറവല്ലേ? 5.36 വേണ്ടായിരുന്നോ? ഹൈഡ്രജൻ കുറവാണ്, 5 മാത്രമേ ഉള്ളൂ. സോ ഹൈഡ്രജൻ ഈസ് ദ ലിമിറ്റിംഗ് റിയാക്റ്റൻറ്റ്. അപ്പോൾ ഹൈഡ്രജൻ ലിമിറ്റിംഗ് റിയാക്റ്റൻ്റ് ആണെന്ന് കിട്ടിയത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? 1.785-ന് എത്ര വേണം? 5.36 വേണമെന്നാണ് നമ്മൾ കണ്ടെത്തിയത്. പക്ഷെ നമുക്ക് എത്രയേ തന്നിട്ടുള്ളൂ? 5 തന്നിട്ടുള്ളൂ. സോ ഹൈഡ്രജൻ ഈസ് ദ ലിമിറ്റിംഗ് റിയാക്റ്റൻറ്റ്. സോ ഹൈഡ്രജൻ ഈസ് ദ ലിമിറ്റിംഗ് റിയാക്റ്റൻറ്റ്. അങ്ങനെയെങ്കിൽ നമുക്കിനി എന്ത് കണ്ടുപിടിക്കണം? മാസ്. ഒന്നാമത്തെ ടാസ്ക് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. എന്താ കണ്ടുപിടിക്കേണ്ടത്? ലിമിറ്റിംഗ് റിയേജൻ്റ് ഏതാണെന്നുള്ളത്. ലിമിറ്റിംഗ് റിയേജൻ്റ് ഹൈഡ്രജൻ ആണെന്ന് കിട്ടി. സോ ഹൈഡ്രജൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്കിനി എന്ത് കണ്ടുപിടിക്കാം? NH3 എത്രയാണെന്ന് കണ്ടുപിടിക്കാം. സോ ഇവിടെ നമ്മൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് NH3 എങ്ങനെ കണ്ടുപിടിക്കാം? 3 ൽ 2. ഇതെങ്ങനെയാണ് 3 ൽ 2 കിട്ടിയേ? 3 മോൾ ഹൈഡ്രജന് 2 മോൾ അമോണിയ. 3 മോൾ ഹൈഡ്രജന് 2 മോൾ അമോണിയ. അതായത് നമ്മുടെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനകത്ത് ഇനി നമ്മൾ ഹൈഡ്രജനെ മാത്രമേ നോക്കത്തുള്ളൂ. കാരണം ഹൈഡ്രജനാണ് ലിമിറ്റിംഗ് റിയാക്റ്റൻറ്റ്. സോ ഹൈഡ്രജനാണ് പ്രോഡക്റ്റ് എത്രമാത്രം ഉണ്ടാകുന്നത് എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബാലൻസ്ഡ് ഇക്വേഷനകത്ത് N2 + 3H2 gives 2NH3 എന്നല്ലേ? എന്ന് പറഞ്ഞാൽ 3 മോൾ ഹൈഡ്രജൻ എടുത്താൽ 2 മോൾ അമോണിയ കിട്ടും, അല്ലേ? സോ അതാണ് നമ്മളിവിടെ എഴുതിയേക്കുന്നത്. 3 മോൾ ഹൈഡ്രജന് 2 മോൾ അമോണിയ. അങ്ങനെയെങ്കിൽ നമുക്ക് എത്രയേ ഉള്ളൂ? 5 × 10³ മോൾ അല്ലേ ഉള്ളൂ. സോ 5 × 10³ മോൾ ഹൈഡ്രജന് എത്ര അമോണിയ കിട്ടുമെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സോ നമുക്ക് കിട്ടുന്ന ആൻസർ വിച്ച് ഈസ് ഈക്വൽ ടു 3.33 × 10³ മോൾ എന്ന് കിട്ടും. 3.33 × 10³ മോൾ എന്ന് കിട്ടും. സോ നമുക്ക് നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു മാസ് ഇൻ ഗ്രാം ഡിവൈഡഡ് ബൈ GMM എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉണ്ട്. ഇതിൽ നിന്ന് നമുക്ക് അതിൻ്റെ മാസ് കണ്ടെത്താം. മാസ് ഇൻ ഗ്രാം എങ്ങനെ കണ്ടെത്താം? നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു GMM, അല്ലേ? മാസ് ഇൻ ഗ്രാം ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു GMM. നമ്പർ ഓഫ് മോൾസ് നമുക്കിവിടെ കിട്ടി. എത്ര കിട്ടി? 3.33 × 10³ അല്ലേ? ഇൻറ്റു GMM, ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് 17. ആരുടെ ഗ്രാം മോളിക്കുലാർ മാസാണ്? അമോണിയയുടെ ഗ്രാം മോളിക്കുലാർ മാസ് NH3യുടെയാണ് 17. സോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും? 56.61 × 10³ ഗ്രാം എന്ന് കിട്ടും. സോ ഇതിനെ നമുക്ക് 10³ ഗ്രാം എന്നല്ല എഴുതിയേക്കുന്നത്. 10³ അങ്ങ് മാറ്റിയാൽ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് 56.61 കിലോഗ്രാം എന്ന ആൻസർ എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ അവസാന ഘട്ടത്തിൽ ചെയ്തത് എന്താണെന്ന് മനസ്സിലായോ? അതായത്
നമ്മുടെ ലിമിറ്റിംഗ് റിയാക്റ്റൻ്റ് ആണ് പ്രോഡക്റ്റിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടർ. ലിമിറ്റിംഗ് റിയാക്റ്റൻ്റ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആണെന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. സോ ഹൈഡ്രജൻ്റെ എമൗണ്ട് വെച്ചുകൊണ്ടാണ് നമ്മൾ പ്രോഡക്റ്റിൻ്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്റ്റെപ്പ് ഒന്നുകൂടെ പറഞ്ഞുതരാം. 3 മോൾ ഹൈഡ്രജന് 2 മോൾ അമോണിയ കിട്ടി. അങ്ങനെയെങ്കിൽ നമ്മുടെ കയ്യിലുള്ളത് 5 × 10⁻³ മോൾ ഹൈഡ്രജൻ ആണ്. അതിന് എത്ര അമോണിയ കിട്ടും? 3.33 × 10⁻³ മോൾ അമോണിയ കിട്ടും. അപ്പം മോളിലാണ് കിട്ടിയത്. മാസാക്കി മാറ്റാൻ വേണ്ടി നമ്മുടെ ഇക്വേഷൻ നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു മാസ് ഇൻ ഗ്രാം ഡിവൈഡഡ് ബൈ GMM. സോ നമുക്ക് മാസ് ഇൻ ഗ്രാം വേണം. മാസ് ഇൻ ഗ്രാം ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു GMM. നമ്പർ ഓഫ് മോൾസ് 3.33 × 10⁻³ ആയിരുന്നു. GMM എന്ന് പറയുന്നത് NH3യുടെ GMM 17 ആണ്. സിംപ്ലിഫൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റിനകത്തു നിന്ന് തന്നെ 2 കാര്യങ്ങൾ കണ്ടെത്തി. എന്തൊക്കെയാണ്? വിച്ച് ഈസ് ദ ലിമിറ്റിംഗ് റിയാക്റ്റൻ്റ് അല്ലെങ്കിൽ വിച്ച് ഈസ് ദ ലിമിറ്റിംഗ് റിയേജൻറ്റ്. ലിമിറ്റിംഗ് റിയേജൻറ്റ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തു. അതുമാത്രമല്ല എത്ര എമൗണ്ട് പ്രോഡക്റ്റ് കിട്ടി എന്നും നമ്മുടെ ഈ ക്വസ്റ്റിനകത്തൂടെ കണ്ടെത്തി.